ബാലിയിൽ ഒത്തിരി വാട്ടർഫോൾസ് ഉള്ളത് കൊണ്ട് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഏത് വാട്ടർഫോൾസ് കാണണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും എല്ലാവരും. ഒരു കാടിൻ്റെ ഫീല് കിട്ടുന്ന സ്ഥലത്ത് നല്ല അടിപൊളി വാട്ടർഫോൾസ് കാണുന്നതിനൊപ്പം തന്നെ വെള്ളത്തിൽ ഇറങ്ങും, അതുപോലെ തന്നെ സ്വിം ചെയ്യുകയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് പറ്റിയ ബാലിയിലെ ഏറ്റവും നല്ല വാട്ടർഫോളാണ് ബാനുമല ട്വിൻ വാട്ടർഫോൾസ്. ബാനുമല വാട്ടർഫോൾസിൽ പോകുന്നതിന് മുമ്പ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ പറയാം. ഹായ്, ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു നൂബ്സ് വേൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഉബുദ് നോർത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു ഫോട്ടോ പോയിൻ്റായ വനഗിരി ഹിഡൻ ഹിൽസിൻ്റെ അടുത്ത് തന്നെയാണ് ബാനുമല വാട്ടർഫോൾസ്. സ്ഥലത്തിൻ്റെ പേരും വനഗിരി എന്ന് തന്നെയാണ്. അപ്പോൾ ഹിഡൻ ഹിൽസിൽ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് കാറിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാർക്കിംഗ് ലോട്ടിലെത്തും. കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസ് കൂടി നടക്കാനുണ്ട് ബാനുമല വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക്. പോകുന്ന വഴിക്ക് ഇവിടെ സൈഡിലായിട്ട് ഇതുപോലെ നിറയെ ഹൈഡ്രാഞ്ചിയ തോട്ടമൊക്കെ ഉണ്ട്. ബൈക്കുകളുടെയൊക്കെ പാർക്കിംഗ് ഏരിയ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ്. അതുകൊണ്ട് ബൈക്ക് ടാക്സിയൊക്കെ റെൻറ്റിനെടുത്ത് വരുന്നവർക്ക് കുറേ ദൂരം കൂടി നടക്കാതെ ബൈക്കിൽ പോകാൻ പറ്റും. ഇവിടെ ആയിട്ടാണ് ബൈക്കുകളുടെയൊക്കെ പാർക്കിംഗ് ഏരിയ. അപ്പോൾ ഇവിടെ ഒരു കോഫി ഷോപ്പും അതുപോലെ തന്നെ ജ്യൂസ് ഷോപ്പൊക്കെ ഉണ്ട്. തിരിച്ചു വരുമ്പോൾ നമ്മൾ നല്ല ക്ഷീണിച്ചിട്ടായിരിക്കും, അപ്പോൾ എന്തായാലും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ വേണ്ടി വരും. വീണ്ടും അവിടെ നിന്ന് കുറച്ച് ദൂരം കുറച്ച് ഇറക്കമുള്ള വഴിയാണ്. ഇറങ്ങാൻ നേരത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും തിരിച്ചു വരുമ്പോൾ ഈ ഇറക്കം എല്ലാം കയറി വരണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും. ബാനുമല വാട്ടർഫോൾസിൻ്റെ അടുത്തുള്ള കുറച്ച് അട്രാക്ഷൻസിൻ്റെ ഒക്കെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ക്യാമ്പിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഷൂട്ട് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ എത്തി. വാട്ടർഫോൾസിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് 50,000 IDR ആണ്. ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പേപ്പർ ബോക്സ് കിട്ടും. അതിൻ്റെ അകത്ത് ചെറിയൊരു ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു മെമ്മറി ടോക്കൺ എന്ന് പറഞ്ഞ രീതിയിലാണ് തരുന്നതെങ്കിലും എന്തെങ്കിലും ആക്സിഡൻസ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഐഡൻറ്റിഫിക്കേഷൻ പർപ്പസിന് കൂടി വേണ്ടിയിട്ടുള്ളതാണത്. ടിക്കറ്റ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഓരോ ബോട്ടിൽ വെള്ളം കൂടി തരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് വാട്ടർഫോൾസിലേക്ക്. ഇറക്കം ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേട്ട് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ കോൺക്രീറ്റ് സ്റ്റെപ്സ് ആണ് ഇവിടെ പണിതിട്ടുള്ളത്. നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. അതുപോലെ ചുറ്റും നല്ല പച്ചപ്പും കാടും ഒക്കെയാണ്. ഈ കാടിൻ്റെ നടുക്ക് കൂടിയാണ് ഈ വാട്ടർഫോൾസിലേക്ക് വഴി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ സൈഡിൽ പിടിച്ച് ഇറങ്ങാനും കയറാനും ഒക്കെ ആയിട്ട് റെയിൽസ് ഒക്കെ ഉണ്ടെങ്കിലും കുറച്ച് പ്രായമായിട്ടുള്ളവർക്ക് അതുപോലെ തന്നെ മുട്ടിന് പ്രശ്നമുള്ളവർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ അതിൽ ചെറിയൊരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരിക്കലും ഒരു നഷ്ടമായിട്ട് തോന്നില്ല. കാരണം അത്ര നല്ലൊരു ആംബിയൻസും നല്ലൊരു എക്സ്പീരിയൻസും തന്നെയാണിത്. പിന്നെ ഈ നടക്കുന്ന വഴികളിലൊക്കെ മലയുടെ മുകളിൽ നിന്നായിട്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാരണം വഴി കുറച്ച് സ്ലിപ്പറിയാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഷൂസൊക്കെ ഇട്ടിട്ട് വേണം പോകാനായിട്ട്. അതുപോലെ വെള്ളത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സും ടവലും ഒക്കെ എടുക്കണം. അങ്ങനെ നല്ല കാട് പിടിച്ച വഴിയിൽ കൂടി അതുപോലെ തന്നെ കുത്തനെയുള്ള സ്റ്റെപ്സും ഒക്കെ ഇറങ്ങി നമ്മളിതാ വാട്ടർഫോൾസിൻ്റെ അടുത്തെത്തി. ശരിക്കും നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സ്വർഗം പോലെ തന്നെ തോന്നും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഇതാണ് ബാനുമല ട്വിൻ വാട്ടർഫോൾസ്. ഒരു വലിയ വാട്ടർഫോളും ഉണ്ട്, അതിൻ്റെ പാരലായിട്ട് ചെറിയൊരെണ്ണം കൂടിയുണ്ട്. വാട്ടർഫോൾസിനെ ഫേസ് ചെയ്ത് 2 തൂക്കുപാലങ്ങൾ പാരലായിട്ടുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല വ്യൂ കിട്ടും.
ഈ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വാട്ടർഫോൾസിലെ വെള്ളം ഈ പാറകളുടെ ഉള്ളിലേക്ക് പോണത് കാണാം. ഇവിടെ തന്നെ കുറച്ച് മാറിയിട്ട് ഈ പച്ചപ്പിൻ്റെ ഇടയിൽ വേറെ 1-2 വാട്ടർഫോൾസൊക്കെ കാണാം. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കൊരു വണ്ടർലാൻഡിൽ നമ്മൾ എത്തിയ പോലെ നമുക്ക് തോന്നുക. പല കളറിലെ ചെടികളും പൂക്കളും അതുപോലെ തന്നെ നിറയെ പച്ചപ്പും പിന്നെ അവിടെ ഇവിടെയായിട്ട് വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കാണാം. വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് ചുറ്റും നടന്ന ഈ കാഴ്ചകളൊക്കെ കാണുന്നതായിരിക്കും നല്ലത്. വാനിമല വാട്ടർഫോൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് മാക്സിമം 2 മീറ്ററാണ്. അപ്പോൾ അത് കാരണം വെള്ളത്തിൽ ഇറങ്ങുകയും സ്വിം ചെയ്യുകയും ഒക്കെ ചെയ്യാം. പിന്നെ ഇവിടെ 2-3 ചേഞ്ചിങ് റൂംസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ബാലിയിലെ ഏറ്റവും നല്ല വാട്ടർഫോൾസിൽ ഒരെണ്ണം വാനിമല വാട്ടർഫോൾസ് ആണെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇങ്ങോട്ട് വരുന്നതിന് പോകുന്നതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അങ്ങനെ ഒത്തിരി ഭംഗിയുള്ള വാനിമല വാട്ടർഫോൾസൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി വന്ന ആ വഴിയിൽ കൂടി തന്നെ നമ്മൾ തിരിച്ച് കയറി പോവുകയാണ്. തിരിച്ചു കയറ്റം കുറച്ച് ടയറിങ്ങൊക്കെ തന്നെയാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ ആ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഒക്കെ കാരണം നമുക്ക് ഒട്ടും ടയർഡായിട്ട് തോന്നില്ല. തിരിച്ച് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ നമുക്ക് ഫ്രീ കോഫിയും ടീയും ഒക്കെ ഉണ്ട്. കോഫിയും ടീയൊക്കെ കുടിച്ച് പിന്നെ വഴിയിൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ജ്യൂസ് ഷോപ്പിൽ നിന്ന് ജ്യൂസും ഒക്കെ വാങ്ങി അങ്ങനെ നമ്മൾ വാനിമല വാട്ടർഫോൾസിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇനി നൂബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്